പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത. കശുവണ്ടി അഴിമതി കേസിൽ പ്രതിയായ കെ രതീഷ് രാജിവെച്ചു. ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. MJ പ്രതീഷുണ്ട്. MJ പ്രതീഷ് ഹൈക്കോടതി എടുത്ത് കുടഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നതെന്നാണ്. ഏതൊക്കെ സ്ഥാനങ്ങളാണ് രാജിവെച്ചിരിക്കുന്നത്? നിലവിൽ 3ഓളം ഔദ്യോഗിക പദവികളിൽ ഈ കെ രതീഷ് തുടർന്നിരുന്നു. ഇത്രയും അധികം അഴിമതി ആരോപണം നേരിട്ടിട്ടും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും വേണ്ടത്ര പരിലാളന കെ രതീഷിന് ലഭിച്ചത് എന്ത് എന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. MJ പ്രതീഷ്. അരുൺകുമാർ, തീർച്ചയായും കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഒന്നാം പ്രതിയാണ് കെ രതീഷ്. ഒന്നാം പ്രതിയായ കെ രതീഷ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നത് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഒന്നാം പ്രതിയായ കേസിൽ ഇദ്ദേഹം ഈ ചുമതല വഹിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും പിന്നീട് അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തതോടുകൂടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് രാജി ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ കെ രതീഷ് രാജിവെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ റൂട്രോണിക്സ് MD സ്ഥാനവും കെ രതീഷ് വഹിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിൽ വലിയ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇത്തരം സ്ഥാനത്തിൽ ഇരുന്നാൽ അഴിമതിക്ക് കളമൊരുങ്ങില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാജിവെക്കാൻ സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പദവി കെ രതീഷ് രാജിവെച്ചിരിക്കുന്നത്. ഈ കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നേരത്തെ സർക്കാർ അനുമതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജിയും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒടുവിൽ കെ രതീഷ് തെറിച്ചു.